ന്യൂനപക്ഷ വർഗീയത ഉറഞ്ഞു തുള്ളലാണ് ഉണ്ടായതെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. വസ്തു അതാണോ? ആ തളിപ്പറമ്പിൽ ഇടതുപക്ഷം തോറ്റു. എന്തുകൊണ്ട് തോറ്റു? എവിടെയാണ് വോട്ട് ചോർച്ച? തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ CPM ഇത്തരം അഭ്യാസങ്ങൾ നടത്താറുണ്ട്. അത് ഞാൻ ഈ നന്ദി പ്രമേയത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ പിന്തുണക്കാൻ കാരണം കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനും ജനക്ഷേമത്തിനും ഉതകുന്ന ഒട്ടേറെ പദ്ധതികൾ ഇതിലുണ്ട് എന്ന കാരണത്താലാണ് ഞാൻ ഇതിനെ പിന്തുണക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ആളുകളുടെ ക്ഷേമത്തെ ഈ ഗവർണറുടെ നയപ്രഖ്യാപനം അഡ്രസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വയോജന വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്താൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചത് തികച്ചും അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഏറെ പാവപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ നന്ദി പ്രമേയത്തിനെ പിന്തുണക്കുന്നത്. അതോടൊപ്പം ഇവിടെ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സാർ. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഉടനെയാണ് ഈ സമ്മേളനം ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ജയാപജയത്തെക്കുറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. CPM-നുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള വലിയ പരാജയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ആ ചർച്ച യഥാർത്ഥ പരാജയ കാരണം കണ്ടെത്തുന്ന ചർച്ചയാണോ അതിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ CPM ഇത്തരം അഭ്യാസങ്ങൾ നടത്താറുണ്ട്. അതിലൊന്നായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം യഥാർത്ഥ കാരണം എന്താണ്? എവിടെയാണ് പാർട്ടി പരാജയപ്പെട്ടത്? എവിടെയാണ് പാർട്ടിയുടെ അണികൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കാൻ പാർട്ടി തയ്യാറുണ്ടോ? ഇവിടെ പരാജയപ്പെട്ടത് പയ്യന്നൂരും തളിപ്പറമ്പൊക്കെയാണ് സാർ. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPM-ന്റെ കേരളത്തിലേതല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. തളിപ്പറമ്പാണെങ്കിൽ മൊറാഴിയും ബക്കളവും അതുപോലെ തന്നെ അറാക്കലിന്റെ നാടായ കേരളവും കുഞ്ഞാക്കമ്മയുടെ നാടായ കണ്ടക്കയും പാടിക്കുന്ന രക്തസാക്ഷികളും കാവുമ്പായി സമരസേനാനിയായിട്ടുള്ള കുഞ്ഞിക്കന്റെ നാടായ മലപ്പട്ടവും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് സാർ തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിൽ ഇടതുപക്ഷം തോറ്റു. എന്തുകൊണ്ട് തോറ്റു? എവിടെയാണ് വോട്ട് ചോർച്ച? അപ്പോഴാണ് ചില വിദഗ്ധന്മാർ പറയുന്നത് പള്ളിയിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടതെന്നാണ്. അവിടെ ന്യൂനപക്ഷ വർഗീയത ഉറഞ്ഞു തുള്ളലാണ് ഉണ്ടായതെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. വസ്തു അതാണോ? വസ്തു അതാണോ? യഥാർത്ഥത്തിൽ അതാണോ വസ്തുത? യഥാർത്ഥത്തിൽ എവിടെയാണ് പരാജയപ്പെട്ടത്? കമ്മ്യൂണിസ്റ്റുകാരാണ് സാർ കമ്മ്യൂണിസ്റ്റുകാരുടെ CPM-നെതിരായി വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് വോട്ട് ചെയ്തു? നിങ്ങളുടെ സമീപനമാണ് സാർ. തിരുത്തണം. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 35 സീറ്റിലേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷം ഒതുങ്ങി? എന്തുകൊണ്ട് 102 സീറ്റിലേക്ക് UDF ഉയർന്നു? അവിടെയാണ് സാർ പരിശോധിക്കേണ്ടത്. അവിടെ നിങ്ങൾ കാണേണ്ടത് ജനാധിപത്യം എന്നത് CPM അംഗീകരിച്ചു കൊടുത്തില്ല. ജനാധിപത്യം അംഗീകരിച്ചില്ല. പാർട്ടിയിൽ ചർച്ച ചെയ്ത് പാർട്ടിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തില്ല. നിങ്ങൾ അടിച്ചേൽപ്പ് അധികാരത്തിന്റെ അന്ധത ബാധിച്ച നേതൃത്വം അതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കടയുന്ന ചർച്ചകൾക്ക് കേൾക്കാൻ അവര് പരിഗണിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ ഫലമാണ് സാർ പരാജയപ്പെട്ടത്. ഇപ്പൊ എവിടെയാ തോറ്റ്? തൃക്കരിപ്പൂരും അതുപോലെ തന്നെ പേരാമ്പ്രയും നമ്മളൊരു കൊച്ചു സഹോദരിയാണ് LDF-ന്റെ കൺവീനറെ തോൽപ്പിച്ചിവിടെ വന്നിരിക്കുന്നത്. ഇത് കാണണ്ടേ? ഈ പാഠം പഠിക്കണ്ടേ? അത് പഠിക്കാൻ CPM തയ്യാറാവുന്നില്ല എന്നതാണ് അവരുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ നിങ്ങൾ കാണണ്ട സാർ, ഇവിടെ എന്തുകൊണ്ടാ കഴിഞ്ഞ ഗവൺമെന്റ് കുറെ വികസനം നടത്തി എന്ന് പറയുന്നു. അടിസ്ഥാന വർഗത്തെ മറന്നുപോയില്ലേ? അടിസ്ഥാന വർഗ കർഷക തൊഴിലാളിയുടെ അതിവർഷാനുകൂല്യം കൊടുത്തോ? നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കൊടുത്തു തീർത്തോ? എന്തിനാണ് സാർ കൈത്തറി തൊഴിലാളി? നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുന്നില്ല. കൈത്തറി തൊഴിലാളികൾ 6 മാസത്തെ കൂലിയല്ലേ സാർ കൊടുക്കാൻ ബാക്കി? ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു? എത്ര തവണ ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു സാർ, ANBIന്റെ ചെയർമാൻ. എത്ര തവണ ഞാൻ അവിടെ നടന്ന് കയറിയിട്ടുണ്ട്, അവിടെ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കൊടുക്കാൻ കഴിഞ്ഞു? ഇതുവരെ കൊടുത്തോ? അപ്പൊ ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM-ന് വോട്ട് ചെയ്യേണ്ടവരാരാ? വലിയ നാഷണൽ ഹൈവേ വന്ന് കോടികളുള്ള വാഹനങ്ങൾ ഓടുന്നവരല്ല. അതൊക്കെ വേണം. പക്ഷേ നമ്മൾ മറന്നുപോകരുത്. നമ്മൾ അടിസ്ഥാന വർഗത്തെ മറന്നുപോകരുത്. ആ മറന്നുപോയതിന്റെ ഫലമാണ് സാർ ഇടതുപക്ഷം അനുഭവിച്ചത്. അവരാണ് വോട്ട് മാറി ചെയ്തത്. അതുകൊണ്ടാണ് CPM കേന്ദ്രത്തിൽ വോട്ട് പരാജയപ്പെട്ടത്.
അവിടെ നമ്മൾ ആ പാഠം ഇനിയും പഠിക്കാൻ അവർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. മറ്റൊരു കാര്യം സാർ, ഇവിടെ നമുക്കറിയാം, ഇവിടെ BJP-യുടെ ബഹുമാനരായ 3 MLA-മാർ ഇവിടെ വന്നിരിക്കുന്നത് കേരള നിയമസഭയിൽ ആദ്യമാണ്. മുമ്പ് അബദ്ധത്തിൽ ഒരാൾ വന്നെങ്കിൽ ഇന്ന് 3 പേരായിട്ടുണ്ട്. നാളെ എത്ര പേരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരള രാഷ്ട്രീയം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്ന് വിലയിരുത്തി പോകണം എന്നുള്ള അഭിപ്രായമാണ് സാർ ഉള്ളത്. കാരണം BJP-യുടെ വളർച്ച നമുക്കറിയാം. ബംഗാളിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ബംഗാളിൽ അവിടെ കോൺഗ്രസും CPM-ഉം തമ്മിൽ തല്ലിയവരാണ്. വലിയ സംഘർഷമായിരുന്നു. പക്ഷെ അവസാനം കോൺഗ്രസും CPM-ഉം യോജിച്ചിട്ടും അവിടെ അക്രമികളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിനെയോ BJP-യോ ചെറുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും CPM തകർന്നു, കോൺഗ്രസും തകർന്നു. യഥാർത്ഥ കേരള രാഷ്ട്രീയം അതിലേക്കാണ് പോകുന്നത് സാർ. ഇവിടെ അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ട് എത്ര കാലം CPM-ന് മുമ്പോട്ട് പോകാൻ കഴിയും? അന്ധമായ മാർക്സിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക? ആ നിലയിലേക്ക് ഇവിടെ വർഗീയ ശക്തികൾ ശക്തിപ്പെടുകയാണ് സാർ. ഈ രാഷ്ട്രീയത്തിന്റെ ആപത്ത് കാണാൻ, അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിക്കണം. അത് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് സാർ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ പുതിയ ഇവിടെ നിർദ്ദേശങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ റെയിലിനെ പറ്റിയുള്ള നിർദ്ദേശമാണ്. ആ റെയിലിനെ പറ്റിയുള്ള നിർദ്ദേശം വന്നപ്പോ ആ നിർദ്ദേശം അത് കണ്ണൂർ വരെയല്ല സാർ, അത് കാസർഗോഡ് വരെയാണ്. കാസർഗോഡ് ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണെന്നുള്ളത് മറന്നു പോകരുത്. കാസർഗോഡ് വരെ നിൽക്കണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാണ്, CPM-ന്റെ സഹാക്കളുടെ അഭ്യർത്ഥനയുള്ളത്, ഈ അസഹിഷ്ണുത നിങ്ങൾ അവസാനിപ്പിക്കണം. ഇപ്പൊ നാട്ടിൽ കാണുന്ന അസഹിഷ്ണുത സാർ നിങ്ങൾ നോക്കണം സാർ. എന്റെ നാട്ടിൽ എന്നെ കൂവിക്കാൻ ആളുണ്ടാക്കിയവർ എന്നെ കൂവി സാർ. പക്ഷേ ആ ബൂത്തിൽ എനിക്കുണ്ടായിട്ടുള്ള വോട്ട് കാണണം. അതാണ് പാഠം പഠിക്കേണ്ടത്. വലിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ കൂവിയ ബൂത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. മലപ്പട്ടം എന്ന് പറയുന്ന നാട്ടിൽ പാർട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലപ്പട്ടം ഈ കേരളമാകെ അറിയപ്പെടുന്ന നാടാണ്, പാർട്ടിയുടെ കേന്ദ്രമാണ്. അവിടെ LDF UDF ഞാനും എതിർ സ്ഥാനാർത്ഥി തമ്മിൽ വോട്ട് കേവലം 600 വോട്ടിൽ ഒതുങ്ങി എന്നത് പോകരുത്. വല്ലുണ്ട് സാർ, ആന്തൂരുണ്ട് സാർ, മൊറാഴിയുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെയും സ്ഥാനാർത്ഥിയുടെയും നാടായ മൊറാഴി ആന്തൂര്, അവിടെ 4,000 വോട്ടിന്റെ കുറവാണ് അവിടെ CPM-ന് വന്നു ചേർന്നത്. ഇതെല്ലാം കാണും. ഇത് നിങ്ങൾ അസഹിഷ്ണുത വരുന്നതാണ്. ആ അസഹിഷ്ണുത അവസാനിപ്പിക്കണം സാർ. ഞാനിവിടെ എനിക്ക് വേണ്ടി ഇവിടെ ഇവിടെ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി വരുന്നു. ഒരു ബാനർ വെച്ചെന്റെ ഫോട്ടോ വെച്ചൊരു വാഹനം വരുന്നു. ആ വാഹനത്തെ കല്ലെറിയുന്നു സാർ. എന്തിനാണ് ഈ അസഹിഷ്ണുത? ഞാൻ ചോദിക്കട്ടെ, CPM-ലേക്ക് ആളുകൾ വന്നിട്ടില്ലേ? എത്ര ആളുകൾ? പഞ്ചായത്ത് പ്രസിഡന്റ്, കേന്ദ്രമന്ത്രി വരെ ആള് CPM-ൽ വന്നപ്പോ കോൺഗ്രസ് അസഹിഷ്ണുത കാണിച്ചോ? BJP വാസുമാഷ് ഉൾപ്പെടെ RS അസഹിഷ്ണുത കാണിച്ചോ? അപ്പൊ CPM എന്നൊരാള് എങ്ങോട്ടെങ്കിലും സ്വന്തം നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനോട് എന്തിനാണ് അസഹിഷ്ണുത? ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. മാവോ സൂക്തങ്ങൾ 1000 പുഷ്പങ്ങൾ വിരിയട്ടെ. ആ 1000 പുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് പറയുന്ന ജനാധിപത്യത്തെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ബോധം നമ്മൾ CPM ഉണ്ടാവണം. നിങ്ങൾ അസഹിഷ്ണുത അവസാനിപ്പിക്കണം സാർ. അസഹിഷ്ണുത അവസാനിക്കുക. അസഹിഷ്ണുതയാണ് CPM-ല്. അതുപോലെ തന്നെ നിങ്ങളുടെ ജനങ്ങളോട് പെരുമാറേണ്ട രീതി, പാവങ്ങളോട് പെരുമാറേണ്ട രീതി, എന്ത് തെറ്റിരുത്തൽ നടത്തിയാലും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്ത് തെറ്റിരുത്തൽ നടത്തിയാലും ഈ ഒരു തെറ്റില്ല, ആത്മാർത്ഥമായി തെറ്റിരുത്താൻ